എൻ്റെ പേര് സാബിക് റഹ്മാൻ എന്നാണ്. ഞാൻ പുള്ളിയിൽ ഇവിടെ കരുളായി പുള്ളിയിലാണ് ഇൻഡസ്ട്രിയിൽ ഇൻഡസ്ട്രിയിൽ പുള്ളിയിൽ. ഞാനിത് SLC കഴിഞ്ഞ ഉടനെ ഇറങ്ങിയതാണ്. പിന്നെ 2000 ഇറങ്ങിയിരിക്കണ ഈ ഫീൽഡിക്ക്. പിന്നെ അത് സ്ഥാപനം ഇട്ടിട്ട് ഇപ്പോൾ ഒരു 10-15 വർഷമായി. അതിൻ്റെ ഇടയിലൊന്ന് ഗൾഫ് പോയി വന്ന് 2004 പോയി 10 വന്ന് ഇൻഡസ്ട്രിയിൽ പുള്ളിയിൽ. ഞങ്ങൾ മറ്റേ ഇരുമ്പ് സംബന്ധമായ മെറ്റൽ സംബന്ധമായ എല്ലാ വർക്കുകളും, ഗേറ്റ്, ഗ്രില്ല്, ഷട്ടർ, അതേപോലെ ഷീറ്റ്, റൂഫിംഗ് വർക്കുകൾ, ഓട് ടൈൽ വർക്കുകൾ, എല്ലാ വർക്കുകളും ചെയ്യുന്നുണ്ട്. ട്രെൻഡിങ്ങിൽ ഇപ്പം ഓട് വർക്കുകളുണ്ട്, പിന്നെ ഷീറ്റ് വർക്കുകൾ തന്നെയാണ്, പിന്നെ സ്റ്റീലിൻ്റെ വർക്കുകൾ വരുന്നുണ്ട്. സ്റ്റീലിൻ്റെ സ്റ്റെയർ കേസും അതേപോലെ സിറ്റ് ഔട്ടിലുള്ള ഗ്ലാസ് വർക്കുകളൊക്കെ വരും. സെറാമിക് ഓട് ചെയ്യണവരുണ്ട്. പൈസക്ക് അനുസരിച്ചാണ്, പാർട്ടിക്കാരുടെ കസ്റ്റമറെ താല്പര്യത്തിനനുസരിച്ചാണ് നമ്മൾ ചെയ്യണത്. ചിലർക്ക് മണ്ണോട് മതിയാവും. ഷീറ്റിൽ നമ്മൾ പൈപ്പ് ചെയ്യും, ISIയിലെ പൈപ്പിലാണ് ചെയ്യണത് മൊത്തം. പിന്നെ ഷീറ്റ് വർക്ക് നല്ല ടാറ്റൻ്റെ ആണെങ്കിലും ഒന്നുകൂടി ബെറ്റർ ആവും. പിന്നെ JSW അങ്ങനത്തെ ഷീറ്റുകളൊക്കെ മെറ്റീരിയലൊക്കെ വരും. കസ്റ്റമർ പറയുകയാണ് സ്ക്വയർ ഫീറ്റിന് വേണമെന്ന് പറയുകയാണെങ്കിൽ സ്ക്വയർ ഫീറ്റിന് ചെയ്യും. അല്ലെങ്കിൽ ടോട്ടലായിട്ട് നമ്മൾ മൊത്തത്തിൽ കരാറെടുത്ത് ചെയ്യലാണ്. നമ്മൾ സൈറ്റ് നോക്കി കഴിഞ്ഞിട്ട് ചെയ്യലാണ്. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ 8 വർക്കർമാരുണ്ട്. പിന്നെ ഞാനും നമുക്ക് അങ്ങനെ കോമ്പറ്റീഷനൊന്നും ഇല്ല. പിന്നെ അങ്ങനെ ഈ ലൈൻ വർക്കർമാരൊക്കെ ഉണ്ട്, അവരൊക്കെ റേറ്റ് കമ്മിയിൽ ചെയ്യണവരുണ്ട്. നമുക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല. ക്ലയൻറ്റ് ഏറ്റവും നമ്മൾ ആദ്യം ചെയ്ത ഒരു പ്രാവശ്യം ചെയ്ത വീട്ടിൽ തന്നെയാണ് പിന്നെയും നമുക്ക് വർക്കുകൾ വരുന്നത്. അവരെ നമ്മൾ വർക്ക് ഇഷ്ടപ്പെട്ടിട്ട് പിന്നെയും ആ വേറെ വർക്കിന് വിളിക്കണം. നമ്മൾ ഒരു വീട്ടിൽ സാധാരണ ഒരു ചെറിയൊരു ഷീറ്റ് വർക്കും, അല്ലെങ്കിൽ വർക്ക് ഏരിയക്കുള്ള ഒരു ഗ്രില്ലോ, അല്ലെങ്കിൽ ജനലിൻ്റെ പട്ട തുളക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ളു. ഇപ്പം മൊത്തത്തിൽ വീടിൻ്റെ മുകളിൽ ഷീറ്റ് വർക്ക് വരും. പിന്നെ ഇപ്പം മൊത്തത്തിലൊരു വീടിൻ്റെ ഏകദേശം ഒരു 30% ഇരുമ്പിൻ്റെ വർക്കുകളൊക്കെ തന്നെ വരുന്നത്, ജനലും കട്ടിലേക്ക് അടക്കം. നമ്മൾ ഇതുവരെ വന്നിട്ടില്ല. ഇതുവരെ ചെയ്തതൊക്കെ ക്ലിയർ ആയിട്ട് തന്നെ പോയിക്കണത്. ടോട്ടല് ഫീൽഡിൽ ഇറങ്ങിയിട്ട് 25 വർഷമായി. പിന്നെ 2003 തുടങ്ങിയതാണ് സ്ഥാപനം ഇട്ടുകാണ്ടുള്ള പരിപാടി. അസോസിയേഷൻ ഞാൻ KFUവിൻ്റെ മെമ്പറാണ്. പിന്നെ കരുളായി മേഖല ട്രഷറാണ്. പിന്നെ വൈസ് പ്രസിഡന്റ് ഇനി പൂക്കോട്ടുംപാടം ബ്ലോക്കിൻ്റെ. അസോസിയേഷൻ്റെ ഇത് പിന്നെ വർക്കർമാരെ നല്ല സേഫ്റ്റിയിൽ പണിയെടുപ്പിക്കുക. പിന്നെ അവർക്ക് പരസ്പര സഹായനിധി പറഞ്ഞൊരു ഇതുണ്ട്, അതിൽ അവരെ അംഗമാക്കിയാണ്ട് ഇൻഷുറൻസ് ക്ലെയിം അവർക്ക് ഉണ്ടാക്കുക. എന്തെങ്കിലും അപകടം പറ്റിയാലൊക്കെ ഇൻഷുറൻസ് ക്ലെയിം ഉണ്ട്, അത് അവരെ ചേർത്ത് കൊണ്ടുപോവുക. പിന്നെ തന്നെ ലൈസൻസോടുകൂടി പണിയെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് അതിൽ വരുന്നത്. കോമ്പറ്റീഷൻ പറഞ്ഞാൽ അങ്ങനത്തെ വർക്കുകൾ നമ്മൾ പരമാവധി ഒഴിവാക്കി വിടുക ചെയ്യുക. ഏറ്റവും റേറ്റ് കമ്മിയുള്ള വർക്കാണെങ്കിൽ നമ്മൾ പോകാതെ ഒഴിവാക്കി വിടുക ചെയ്യുക. അത് ഇപ്പോഴത്തെ കാലത്ത് പറയാൻ പറ്റൂല. കാരണം വർക്കർമാരുടെ ബുദ്ധിമുട്ട് കൊണ്ട് അവർ ലീവാക്കണതും ഒക്കെ അവർ 9 മണിയാകുമ്പോഴേ നമ്മൾ അറിയുള്ളൂ, ലീവ് വരുന്നതും വരാത്തതും ഒക്കെ. അപ്പോൾ ഒരു വർക്ക് കിട്ടി അത് കഴിഞ്ഞാലേ സമാധാനമുള്ളൂ. പിന്നെ അടുത്ത 2-3 സൈറ്റിൽ വർക്ക് നടക്കും ഒരുമിച്ച്. പിന്നെ അത് കഴിഞ്ഞിട്ടേ പിന്നെ അടുത്ത വർക്ക് എടുക്കുള്ളൂ. ഭാവി ഇതന്നെ മുന്നോട്ട് പോകാന്നുള്ള ആഗ്രഹം. ഇനിയിപ്പോൾ വേറെ ഫീൽഡൊക്കെ പോകാൻ നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ. ഫാമിലിയിൽ എനിക്ക് ഭാര്യയും 4 മക്കളുണ്ട്, പിന്നെ മദറും ഉണ്ട്. സ്റ്റെയറിൽ ഇപ്പോൾ പൊതുവെ സ്റ്റീലൊക്കെ അതിന് പണ്ട് എല്ലാവരും ചെയ്തിരുന്നത്. ഇതിൻ്റെ ഇടയിൽ സ്റ്റീലാണ് വന്നിരുന്നത്. ഒരു 2010 മുതൽ സ്റ്റീലാണ് എല്ലാവരും ചെയ്തിരുന്നത്. അപ്പോൾ അത് വീണ്ടും നമ്മളെ GP പൈപ്പ് നമുക്ക് സ്ക്വയർ പൈപ്പ്
മോഡൽ വന്നിക്കണം. അതാകുമ്പോൾ ഒന്നുകൂടി ക്യാഷ് ലാഭം ഉണ്ടാവും. അതിൽ വന്നിക്കണം. ഇപ്പം GP സ്റ്റെയറിൽ മൊത്തം ഡിസൈൻ വന്നിക്കണം ഇപ്പം. ആ അത് ബിൽഡിങ്ങിൻ്റെ മേലെ തന്നെയാണ്. ഇപ്പോൾ 6000 സ്ക്വയർ ഫീറ്റ് ഇവിടെ നിലമ്പൂർ കഴിഞ്ഞ് നിലമ്പൂർ വഴിക്ക് തന്നെയാണ് ഷീറ്റുകളൊക്കെ ഇടുന്നത്. ബിൽഡിങ്ങിൻ്റെ മുകളിൽ വർക്കാണ്. അതുണ്ടായോ. അതൊന്നാമത് ഇപ്പോൾ വർക്കുകൾ ധാരാളം ഉണ്ട്. ഒരു വീട് കയറ്റി കഴിഞ്ഞാൽ അതിൽ ഇൻഡസ്ട്രിയൽ പരമായിട്ട് വർക്കുകൾ ധാരാളം ഉണ്ട്. പിന്നെ അതിൽ വർക്ക് ചെയ്യാനുള്ള ആളുകൾ സ്റ്റാഫുകൾ കമ്മിയായതുകൊണ്ട് വർക്കുകൾ ധാരാളമുണ്ട്. ആ ബുദ്ധിമുട്ടാണ്. റെയിൽവേക്ക് വരുന്നതാണെങ്കിൽ നിലമ്പൂർ റെയിൽവേ ഇറങ്ങിയിട്ട് പിന്നെ അവിടുന്ന് ഒരു 6 കിലോമീറ്ററേ ഉള്ളൂ പുള്ളിക്ക്. കഷ്ടി 5 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ പുള്ളിക്ക് സ്ഥാപനത്തേക്ക്. പുള്ളി ഇൻഡസ്ട്രിയൽ പുള്ളി കരുളായി പുള്ളി CK ഇൻഡസ്ട്രിയൽ പുള്ളിയിൽ കരുളായി പഞ്ചായത്തിൽ പെട്ടതാണ്.